ഗുഡ് മോർണിംഗ് ആൾ. സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡൂഡസിന്റെ ക്വസ്റ്റ്യൻ ഉപയോഗിച്ചിട്ടുള്ള രീതിയാണ് പഠിക്കുന്നത്. സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിച്ച് എങ്ങനെ സെന്റൻസ് ഫോം ചെയ്യും എന്നുള്ള വീഡിയോ ഓൾറെഡി പ്ലേലിസ്റ്റിലുണ്ട്. ഇത് അതിന്റെ കണ്ടിന്യൂവേഷൻ ആണ്. നിങ്ങൾ പ്ലേലിസ്റ്റിൽ സെർച്ച് ചെയ്താൽ ആദ്യത്തെ വീഡിയോ കാണുവാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമുക്ക് ഈ വീഡിയോ നോക്കാം. ഡൂഡസ് എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുക? നമ്മൾ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങൾ, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഇവയെക്കുറിച്ച് ചോദിക്കുവാനും പറയുവാനുമാണ് നമ്മൾ ഡൂഡസ് ഉപയോഗിക്കുക. ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇനി എങ്ങനെയൊക്കെയാണ് ഡൂഡസിന്റെ സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് എന്ന് നോക്കാം. ഇവിടെ നോക്കൂ, സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് എന്ന് വെച്ചാൽ എല്ലാ പ്രൊനൗണിന്റെയും കൂടെ നമുക്ക് എല്ലാ ഓക്സിലറി വെർബും ഉപയോഗിക്കാൻ പറ്റില്ല. അത് ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞതാണ്. അപ്പൊ ഇവിടെ നമുക്ക് ഡു എന്നത് യുടെ കൂടെ, യു എന്ന പ്രൊനൗണിന്റെ കൂടെ ഡു എന്ന ഓക്സിലറി വെർബ് മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. അപ്പൊ നമ്മൾ എന്താ പറയാ? ഡു യു. അതേപോലെ ഹി ആണെങ്കിൽ അതിനെ ഡസ് എന്ന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. അതിനാണ് നമ്മൾ സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് എന്ന് പറയാം. അപ്പൊ നമ്മൾ എന്താ പറയാ? ഡു യു, ഡു ഐ, ഡസ് ഷീ, ഡു ദൈ, ഡു വി. ഇനി ഒരാളുടെ പേര് അഞ്ജലി, രാമൻ, സീത എന്നൊക്കെയാണെങ്കിൽ ഡസ് അഞ്ജലി. അപ്പൊ ബേസിക് ആയിട്ട് ഈ കാര്യം മനസ്സിലുണ്ടായിരിക്കണം. നമ്മളെപ്പോഴും ഡു യു എന്നേ പറയൂ, ഡസ് യു എന്ന് ഒരിക്കലും പറയില്ല. ഡസ് ഹീന്നേ പറയൂ, ഡു ഹീ എന്ന് ഒരിക്കലും പറയില്ല. അപ്പൊ ഈ കാര്യം മനസ്സിലുണ്ടായി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ബാക്കി പഠിക്കാൻ പറ്റും. ഈ ഡു യു എന്നതിന്റെ കൂടെ വേർബിന്റെ V1 ഫോം, അതായത് ബേസിക് ഫോം, അതായത് ഈറ്റ്, ഡ്രിങ്ക്, സ്പീക്ക്, വാക്ക്, ഗോ, ഇതുകൂടി ചേർത്താൽ നമുക്ക് ക്വസ്റ്റ്യൻ ഫോം ചെയ്യാം. V1, V2, V3, V4 ഫോം അറിയാത്തവർക്ക് അത് പ്ലേലിസ്റ്റിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ സെന്റൻസ് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്ത് നോക്കാം. നമുക്ക് ഒരാളോട് മലയാളത്തിൽ സംസാരിക്കുമോ, അയാൾ മലയാളത്തിൽ സംസാരിക്കുമോ എന്ന് ചോദിക്കണം. ഇങ്ങനെ ചോദിക്കുവാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. അതായത് അയാൾ എപ്പോഴും ചെയ്യുന്ന കാര്യമാണ്, ഒരു ഹാബിച്വൽ ആക്ഷൻ ആണ്. അപ്പൊ നമ്മൾ എങ്ങനെയാ ചോദിക്കുക? നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുമോ എന്നാണ് ചോദിക്കേണ്ടത്. നിങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ പ്രൊനൗൺ യു ആണ്. നമുക്കറിയാം യുടെ കൂടെ ഏതേ വരൂ? ഡൂവേ വരൂ. അപ്പൊ എന്താ പറയാ? ഡു യു സ്പീക്ക് മലയാളം. ഒരിക്കലും ഡു യു സ്പീക്കിംഗ് എന്ന് പറയരുത്, ഒരിക്കലും ഡു യു സ്പീക്സ് എന്ന് പറയരുത്, ഡു യു സ്പോക്ക് എന്ന് പറയരുത്, ഡു യു സ്പോക്കൺ എന്നൊന്നും പറയരുത്. ആ V1, V2, V3, V4, V5 നിങ്ങൾ പ്ലേലിസ്റ്റിൽ നോക്കിയാൽ കാണും. അതിൽ V1 ഫോം, ബേസിക് ഫോം, ഒന്നുമില്ലാത്ത ബേസിക് ഫോം ഓഫ് വേർബ് ഉപയോഗിക്കുക. ഡു യു സ്പീക്ക് മലയാളം. അതേ കാര്യം അവൻ ഫ്രഞ്ച് സംസാരിക്കുമെന്നോ, അവൻ ഇംഗ്ലീഷ് സംസാരിക്കുമോ എന്നൊക്കെ ചോദിക്കാൻ നമുക്കറിയാം അവന്റെ കൂടെ നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റില്ല? അവന്റെ കൂടെ ഒരിക്കലും നമുക്ക് ഡു ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ എന്താ പറയാ? ഡസ് ആണ്. ഡസ് ഹി സ്പീക്ക് ഫ്രഞ്ച്? ഡസ് ഹി സ്പീക്ക് ഫ്രഞ്ച്. അവള് ഹിന്ദി സംസാരിക്കുമോ? ഷീ ആണ്. ഷീയുടെ കൂടെ എന്താണ് വരിക? ഷീയുടെ കൂടെയും ഡസ് ആണ്. അപ്പോ ഡസ് ഷീ സ്പീക്ക് ഹിന്ദി? ഒരിക്കലും ഡു ഹി സ്പീക്ക് ഫ്രഞ്ച് എന്നോ ഡു ഷീ സ്പീക്ക് ഹിന്ദി എന്നോ പറയരുത്. അങ്ങനെ പറഞ്ഞ തെറ്റാണ്. അത് സബ്ജക്ട് വെർബ് എഗ്രിമെന്റിന് വിരുദ്ധമാണ്. നമ്മളെപ്പോഴും ഡു യു ബട്ട് ഡസ് ഹി, ഡസ് ഷീ. ഇനി അവർ ഹിന്ദി സംസാരിക്കുമോ? നിങ്ങൾക്കറിയാം അവരുടെ കൂടെ എന്തു മാത്രമേ വരൂ? ദേ മാത്രമേ വരൂ. അപ്പോൾ ഡു ദേ സ്പീക്ക് ഹിന്ദി. ഇനി അഞ്ജലി ഹിന്ദി സംസാരിക്കുമോ? അനുപമ ഹിന്ദി സംസാരിക്കുമോ എന്നൊക്കെ ചോദിക്കാൻ ഡസ് അഞ്ജലി സ്പീക്ക് ഹിന്ദി? ഡസ് അനുപമ സ്പീക്ക് ഹിന്ദി? ഒരിക്കലും ഡു അഞ്ജലി സ്പീക്ക് ഹിന്ദി എന്ന് പറയരുത്. അഞ്ജലി ഒരാൾ മാത്രമേ ഉള്ളൂ. ഒരാളാണെങ്കിൽ നമുക്ക് ചോദിക്കുവാനാണെങ്കിൽ അവിടെ ഡസ് ആണ് ഉപയോഗിക്കുക. അപ്പൊ അത് അവരുടെ ശീലങ്ങൾ ചോദിക്കുവാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാം. അവൾക്ക് ഐസ്ക്രീം ഇഷ്ടമാണോ? സോ ഇവിടെ ആരാണ് സബ്ജക്റ്റ്? ഷീ ആണല്ലേ, അവളാണ്. അപ്പൊ അവളാണെങ്കിൽ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഡസ്സിലാണ്. ഡസ് ഷീ ലൈക്ക് ഐസ്ക്രീം? ഡസ് ഷീ ലൈക്ക് ഐസ്ക്രീം? കഴിഞ്ഞു. നിനക്ക് ഐസ്ക്രീം ഇഷ്ടമാണോ എന്നാണെങ്കിൽ എങ്ങനെയാണ് ചോദിക്കുക? നീയാണ് അവിടെ. അപ്പോൾ ഡു യു ലൈക്ക് ഐസ്ക്രീം? ഡു യു ലൈക്ക് ഐസ്ക്രീം എന്നാണ് നീയാണെങ്കിൽ ചോദിക്കുക. നീ എല്ലാ ദിവസവും സ്കൂളിൽ പോവാറുണ്ടോ? ഇതൊരു ഹാബിറ്റുവൽ ആക്ഷൻ ആണല്ലോ, അയാളുടെ ശീലമാണല്ലോ. അപ്പൊ എങ്ങനെയാ ചോദിക്കുക? നീ എല്ലാ ദിവസവും സ്കൂളിൽ പോകാറുണ്ടോ എന്ന്. ഡു അവിടെ നീയാണല്ലോ. അപ്പൊ നീയുടെ കൂടെ ഏതാണ്? ഡു ആണ്. ഡു യു ഗോ ടു സ്കൂൾ? ഡു യു കഴിഞ്ഞിട്ട്
ഓർമ്മിക്കേണ്ട കാര്യം ഒരിക്കലും ഗോസോ അല്ലെങ്കിൽ ഗോയിങ്ങോ അല്ലെങ്കിൽ വെൻറ്റോ ഒന്നും ഉപയോഗിക്കരുത്. ഗോ മാത്രം, V1 ഫോം മാത്രം. ഡു യു ഗോ ടു സ്കൂൾ എവരി ഡേ? ഡു യു ഗോ ടു സ്കൂൾ എവരി ഡേ? ഇനി അതേ ചോദ്യം തന്നെ അഞ്ജലി എല്ലാ ദിവസവും സ്കൂളിൽ പോകാറുണ്ടോ എന്ന് ആണ് എങ്കിൽ എന്തായിട്ട് മാറും? അഞ്ജലിയുടെ കൂടെ ഡു ഉപയോഗിക്കാൻ പറ്റില്ല. ഡസ് അഞ്ജലി ഗോ ടു സ്കൂൾ എവരി ഡേ? നിങ്ങൾ ഗിത്താർ വായിക്കുമോ? നമുക്ക് ഒരാളോട് ചോദിക്കണം, നിങ്ങൾ ഗിത്താർ വായിക്കുമോ? എങ്ങനെ ചോദിക്കുക? നിങ്ങളായതുകൊണ്ട് ഡു ആണ്. ഡു യു പ്ലേ ഗിത്താർ? ഡു യു പ്ലേ ഗിത്താർ? ഇനി അത് അവൾ ഗിത്താർ വായിക്കുവാണെങ്കിൽ ഡസ് ഷീ പ്ലേ ഗിത്താർ? അവർ ഗിത്താർ വായിക്കുമോ എന്നാണെങ്കിൽ ഡു ദേ പ്ലേ ഗിത്താർ? അവന് കോഫി ഇഷ്ടമാണോ? ഡസ് ഹി ലൈക്ക് കോഫി? ഹി ആയതുകൊണ്ട് ഡസ് ഹി ലൈക്ക് കോഫി? അഭിനന്ദ് ഫുട്ബോൾ കളിക്കുമോ? നമുക്കൊരു ചോദ്യം, നമുക്ക് ടീമിൽ ഒരാൾ വേണം, അപ്പം നമ്മൾ ചോദിക്കുകയാണ് അഭിനന്ദ് ഫുട്ബോൾ കളിക്കുമോ? ഡസ് അഭിനന്ദ് പ്ലേ ഫുട്ബോൾ? അടുത്തത്, നിനക്ക് സീതയെ അറിയാമോ? നിനക്ക് സീതയെ അറിയാമോ? ഡു യു നോ സീത? ഡു യു നോ സീത? അതേ ചോദ്യം അവൻ അഞ്ജലിയെ അറിയാമോ എന്നാണെങ്കിൽ എങ്ങനെയായിട്ട് മാറും? ഡസ് ഹി നോ അഞ്ജലി? കാരണം ഹീയുടെ കൂടെ ഡസ് മാത്രമേ വരൂ. ഡസ് ഹി നോ അഞ്ജലി? അഞ്ജലി കണ്ണൂരാണോ താമസിക്കുന്നത്? അടുത്ത ക്വസ്റ്റ്യൻ ആണ്. അപ്പം എങ്ങനെയാ പറയാം നമ്മൾ? ഡസ് അഞ്ജലി ലിവ് ഇൻ കണ്ണൂർ? ഒരിക്കലും ലിവ്സ് എന്ന് പറയരുത്, ഒരിക്കലും എന്താണ് ലിവിങ് നോ ലിവ്ഡ് എന്നോ ഒന്നും പറയരുത്. ഇനി അതേ ചോദ്യം അഞ്ജലിയും അനുപമയും, അപ്പോൾ അവിടെ രണ്ടുപേര് വന്നേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ചോദിക്കുക? ഡു അഞ്ജലി ആൻഡ് അനുപമ? കാരണം രണ്ടുപേര് വന്നതുകൊണ്ടാണ് ഡു ഉപയോഗിച്ചത്. ലിവ് ഇൻ കണ്ണൂർ. അടുത്തത്, അവർ എല്ലാ ദിവസവും പാർക്കിലൂടെ നടക്കാറുണ്ടോ എന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അതെന്താ വരുക? ഡു ദേ, അവരാണല്ലോ. ഡു ദേ വാക്ക് ഇൻ ദ പാർക്ക്? വാക്ക് ഇൻ ദ പാർക്ക് എവരി ഡേ? ഡു ദേ വാക്ക് ഇൻ ദ പാർക്ക് എവരി ഡേ? അവൾ എല്ലാ ദിവസവും അമ്പലത്തിൽ പോവാറുണ്ടോ? അപ്പം എന്താ, അവളായതുകൊണ്ട് ഡസ് ആണ്. ഡസ് ഷീ ഗോ ടു ടെമ്പിൾ എവരി ഡേ? അപ്പോൾ ഇത്രയും ഇന്നത്തെ വീഡിയോയിൽ ട്രാൻസ്ലേഷന് വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബാക്കി നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിൻ്റെ ട്രാൻസ്ലേഷൻ പഠിക്കും. പിന്നെ ഓർമ്മിക്കേണ്ട കാര്യം, ഞാനിത് സിമ്പിൾ പ്രസൻറ്റൻസിൻ്റെ വീഡിയോ SP1, SP2, SP3 എന്ന് പറഞ്ഞൊരു സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇട്ടേക്കാം. ആ വീഡിയോ നിങ്ങൾ മുഴുവൻ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടെൻസിൻ്റെ ഉപയോഗം പൂർണ്ണമായിട്ടും മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഓക്കെ, താങ്ക് യു.